കഴിഞ്ഞ ദിവസം മഗ്‌രിബിന് ശേഷം പെട്ടെന്ന് നമ്മളൊന്ന് പുറത്ത് പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ഒരു പെറ്റ് ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ 2 വർഷത്തിന് മേലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ പോണ്ട് ഉണ്ടല്ലോ, അതിലേക്കുള്ള മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. 2 വർഷത്തോളം പണി നടക്കുന്നതെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, പോണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴാണ് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റായി വന്നത് കേട്ടോ. അത് എന്നും അത് ക്ലീൻ ആക്കിയിടും, അന്ന് മഴ പെയ്യും. അങ്ങനെ അത് പെയിൻ്റ് അടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഇതാ ഇപ്പോഴാണ് അത് സെറ്റായത്. അപ്പോൾ ഏകദേശം പെയിൻറ്റിങ്ങും കഴിഞ്ഞു, അതിൻ്റെ മോട്ടറിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ സെറ്റായപ്പോൾ പിന്നെ മീൻ കൊണ്ടുവന്നിട്ടാന്ന് കരുതി. അപ്പോൾ മീൻ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലും നെറ്റ് വേണം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ അവിടെ പണിക്കാർ വന്നിട്ട് നെറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി മീൻ വാങ്ങാന്നുള്ള പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് പെറ്റ് ഷോപ്പിലുള്ള പെറ്റ്സ്, കിളികളും മറ്റുള്ളതൊക്കെ കുറേ നേരം നോക്കി നിന്ന് ഒരു 5-6 ജോഡി മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കാർപ്പുണ്ട്, ഗോൾഡൻ ഫിഷ് ഉണ്ട്, പിന്നെ വേറെ ഏതോ എനിക്ക് പേരറിയാത്തൊരു മീനും കൂടി ഉണ്ട്. എനിക്കിതൊക്കെ കാണാനേ ഇഷ്ടമുള്ളൂ, അങ്ങനെ വളർത്താനോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടേ ഉള്ളൂ. കേശൊക്കെ ആയിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇട്ടത്. റേക്ക് പിന്നെ മീനേക്കാളോളം ഇങ്ങനെ കിളീനാണ് പോയി നോക്കുന്നത്. പിന്നെ മീനിൻ്റെ കൂടെ അതിനുള്ള ഫുഡും അതിനെ ജസ്റ്റ് കോരിയെടുക്കാനുള്ള ആ ഒരു നെറ്റും കൂടി അവിടുന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ രാത്രി തന്നെ മീൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നെറ്റൊക്കെ വെച്ച് ക്ലീൻ ആക്കിയിട്ട് പോണ്ടിലേക്ക് വെള്ളമൊക്കെ അടിച്ചു, അതിന് മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മീനിനെ ഇടാൻ വേണ്ടി പോവാണ്. ഈ മീനും കാര്യങ്ങളൊക്കെ വളർത്താമെന്ന് പറഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് കൊണ്ടുപോകാൻ നല്ല ടാസ്ക് ആണല്ലോ. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും ചെയ്യാനും ഞാൻ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും മീനുകൾ അതിൽ കിടന്ന് ഓടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയതിൽ ഒരു മീൻ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ടായിരുന്നു, ചത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ വീഡിയോ വിഷ്വൽസും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുട്ടികളെ പോലെ തന്നെ ഞാനും ഫസ്റ്റ് പോയി നോക്കിയത് എണീറ്റ പാട് തന്നെ ഈ ഒരു മീനിൻ്റെ അടുത്താണ് എന്തായ അവസ്ഥ എന്നുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കുട്ടികൾക്ക് ഇതിൻ്റെ പിന്നിൽ നിന്ന് മാറാനുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ.